എന്തായാലും UDF അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആർക്കൊക്കെ നിർണായകമായിട്ടുള്ള റോൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൺട്രോൾ വളരെ ശക്തമായിട്ട് ഈ സർക്കാരിലുണ്ടാവും. മുസ്ലിം ലീഗിനെ പോലും നിയന്ത്രിക്കുന്ന, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ വോട്ടുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരം പലതും ചെയ്തു കൊടുക്കേണ്ടി വരും പുതിയ മുഖ്യമന്ത്രിക്ക്. മിക്കവാറും സതീശനാണെങ്കിൽ അക്കാര്യത്തിലൊക്കെ വളരെ ഉദാരമായ സമീപനമാണ് ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ ഇതൊക്കെ ഒരു അജണ്ടയായിട്ട് മാറ്റാനും ഇതിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാനൊക്കെ നിയമസഭയിൽ BJP MLA-മാരുണ്ടെങ്കിൽ അവർക്ക് സാധിക്കും. കാരണം CPM ഒരുപാട് പരിമിതികളുണ്ട്. കാരണം CPM ഈ ഇസ്ലാമിസ്റ്റുകളോട്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളോട്, മത തീവ്രവാദ സംഘടനകളോടൊക്കെ ഒരു സോഫ്റ്റ് കോർണറാണ്. ഇടയ്ക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, അതായത് ഇലക്ഷൻ പ്രമാണിച്ച് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇവരെ പ്രീഡിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാട് തന്നെയാണ് CPM-നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന് ഒരുപാട് പരിമിതികളുണ്ട്. പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ എതിർക്കുകയാണെങ്കിൽ അത് മുസ്ലിം മതത്തിനെതിരെയാണെന്നുള്ള ഒരു വിവക്ഷ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവ് ഒക്കെ കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ CPM-ന് പ്രശ്നമാണ്. അവർക്ക് ഇനിയും തിരിച്ചടികൾ നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ BJP-ക്ക് പക്ഷേ വളരെ ശക്തിയുക്തം തന്നെ ഇത്തരം വർഗീയ പ്രവണതകളെയും അജണ്ടകളെയൊക്കെ എതിർക്കാൻ നിയമസഭയിൽ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് എത്ര എതിർത്താലും സഭയ്ക്കകത്ത് എതിർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും.